friends, welcome back to Riris Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയാണ്, ഒരു ബജി ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈസി ബജി ചട്നി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരല്പം എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് എന്തോരം ചട്നി വേണോ അതനുസരിച്ച് സവാള എടുത്താൽ മതി. ഞാനിവിടെ ഒരു വലിയ സൈസ് സവാളയാണ് എടുത്തത്. നമുക്കിത് എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വലിയ നൈസായിട്ടൊന്നും അരിയണ്ട. ഒരിത്തിരി തിക്കായി പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം. നമുക്കിത് പച്ചയായിട്ട് സവാള അരച്ചെടുക്കാം. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അതിൻ്റെ സ്മെല്ല് ഈ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഒരല്പം നേരം സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബ്രൗണിഷ് കളർ അങ്ങനെയൊന്നും വരണ്ട. എന്നാൽ ഒന്ന് എല്ലാം നല്ലപോലെ ഒന്ന് എണ്ണയിൽ ഒന്ന് വഴന്ന് കിട്ടണം. അത്രയേ ഉള്ളൂ. ഇത്രയും മതി. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത സവാള ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് മിക്സിയിൽ അരച്ചെടുക്കാനാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം പഞ്ചസാര ചേർത്ത്, ഒരു പിഞ്ച് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ 1.5 ടീസ്പൂണാണ് അളവിൽ ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട് അങ്ങനെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നമ്മുടെ ബജി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സവാള മാത്രം മതി ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ മുളക് ബജിയുടെ കൂടെയും അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും പ്രിപ്പയർ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പ്രിപ്പയർ ചെയ്തൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.